Pharmaceutical biotechnology unit 1 last topic aanu. This is the last enzyme that is specified in your syllabus. 6 എൻസൈമുകളുടെ പ്രൊഡക്ഷൻ ആണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ 6ാമത്തെ എൻസൈമിന്റെ പ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ ഓഫ് എൻസൈം പെൻസിലിനേസ്. ഇൻട്രൊഡക്ഷൻ, ടൈപ്സ്, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് അപ്ലിക്കേഷൻ. ഇവിടെ 2 രീതിയിലുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻസുകൾ ഉണ്ട്. പ്രൊഡക്ഷൻ ഓഫ് അമിലേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഫെർമെന്റേഷൻ മെത്തേഡും ഉണ്ട്, റീകോമിനന്റ് DNA മെത്തേഡും ഉണ്ട്. 2 മെത്തേഡ്സുകളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ പെൻസിലിനേസ്? പെൻസിലിന്റെ ബീറ്റ ലാക്ടം റിംഗ് അല്ലെങ്കിൽ പെൻസിലിൻ റിംഗിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എൻസൈം ബീറ്റ ലാക്ടമേസ് എൻസൈം എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്നതാണ്. വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സം ബാക്ടീരിയാസ്. ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ബീറ്റ ലാക്ടമേസ് എൻസൈം എന്ന് പറയുന്ന പെൻസിലിനേസ് എൻസൈം എന്ന് പറയുന്നത്. ഷോയിങ് സ്പെസിഫിസിറ്റി ഫോർ ബ്രേക്കിംഗ് ബീറ്റ ലാക്ടം റിംഗ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ റെസിസ്റ്റൻസ് ഓഫ് ബീറ്റ ബാക്ടീരിയ ടു ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് ലൈക്ക് പെൻസിലിൻ. സോ അതാണ് പെൻസിലിനേസ് എൻസൈം എന്ന് പറയുന്നത്. ദർ ആർ 2 types of പെൻസിലിനേസ് എൻസൈം, പെൻസിലിൻ അസൈലേസ് ആൻഡ് അമിഡേസ് ആൻഡ് ലാക്ടമേസ്. അത് ആസ്പെർജില്ലസ് അതുപോലെ പെൻസിലിയം സ്പീഷീസ് കിട്ടുന്നതാണ്. ദെൻ അമൈഡ് ബോണ്ടിൽ ആക്ട് ചെയ്യുന്ന പെൻസിലിൻ അസൈലേസ് അല്ലെങ്കിൽ അമിഡേസ് എന്ന് പറയും. അതുപോലെ ലാക്ടമേസ് എൻസൈം എന്ന് പറഞ്ഞാൽ ബീറ്റ ലാക്ടം റിംഗിൽ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റ ലാക്ടമേസ് എൻസൈം എന്ന് പറയുന്നത്. ഇത് രണ്ടിനും കൂടി കൂടിയിട്ടാണ് പറയുന്നത് പെൻസിലിനേസ് എൻസൈം എന്ന് പറയുന്നത്. ബീറ്റ ലാക്ടമേസ് എൻസൈം ഉണ്ട്, അതുപോലെ പെൻസിലിൻ അസൈലേസ് എൻസൈം ഉണ്ട്. ഈ രണ്ടിനും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് പെൻസിലിനേസ് എന്ന് പറയുന്നത്. ഓക്കെ, now coming to the production of enzyme pencilinase, there are 2 methods, fermentative method and recombinant DNA method. First one is fermentative production of pencilinase. As usual, there are 4 steps: selection of microorganism, formulation of media, production process and recovery and purification of enzyme. So first one is selection of microorganism. ദയവ് ചെയ്ത് പെൻസിലിനേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെൻസിലിൻ നൊട്ടേറ്റ് ഒന്നും കൊണ്ട് ഇവിടെ എഴുതി വെക്കരുത്. പെൻസിലിൻ നൊട്ടേറ്റും പെൻസിലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് പെൻസിലിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓർഗാനിസം ആണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് ബാസിലസ് സിറിയസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് അവൈലബിൾ ഇൻ സോയിലിൽ തന്നെ കൾച്ചർ ചെയ്തെടുക്കുന്നതാണ്. അതിനാണ് പെൻസിലിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. Now coming to the production or selection of media or formulation of the media. ഇവിടെ സ്ഥിരമായിട്ടില്ലാത്ത 2 സാധനങ്ങൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ടാണെങ്കിൽ കൂടി കുറച്ച് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു കോമ്പോണന്റ് എന്ന് പറയുന്നത് ഗ്ലിസറോൾ ആൻഡ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. കാരണം ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ടാണ് പെൻസിലിനേസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് എന്നുള്ളത് കൊണ്ട് ഗ്ലിസറോളും ഗ്ലൂക്കോസും ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതികളാണ്. ഗ്ലൂക്കോസ് ഓർ ഗ്ലിസറോൾ 2 gram, പോളിപെപ്റ്റോൺ, ഈസ്റ്റ് എക്ടാർ, potassium hydrogen phosphate, magnesium sulfate. Then we have to adjust pH to 9 with 10% sodium bicarbonate, and we have to keep it in optimum temperature of 37 degrees Celsius, 30 to 37 degrees Celsius. Okay, now coming to the production process. സാധാരണഗതിയിൽ ഇനോക്കുലം പ്രിപ്പയർ ചെയ്യുക ബാസിലസ് സിറിയസ് എന്ന് പറയുന്ന 19 hour old ഇനോക്കുലം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ സ്ലാൻഡ് കൾച്ചർ ചെയ്യണം, സീഡ് കൾച്ചർ ചെയ്യണം, ദെൻ ഫ്ലാസ്ക് കൾച്ചർ ചെയ്യണം. ആ ഫ്ലാസ്ക് കൾച്ചർ ചെയ്തതിൽ 19 hour old ആയിട്ടുള്ള ഇനോക്കുലമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലിസറോൾ 0.2% is added to inoculum to enhance the production. ഇനോക്കുലത്തിലോട്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നത് അത്. Then we have to adjust pH to 9 and we have to incubate or cultivate at temperature of 30 for 23 hours on a rotary shake. ഈ 23 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 10,000 unit of benzyl penicillin, which is an inducer of pencilinase enzyme. Okay, ഗ്ലിസറോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇൻഡ്യൂസർ ആയിട്ട്. അത് കഴിഞ്ഞ് 23 hour നമ്മൾ അതിനെ ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം 10,000 unit of benzyl penicillin should be added as an inducer of pencilinase enzyme, and cultivation was further continued for another 4 hours. Then നമ്മൾ അത് മോണിറ്റർ ചെയ്യണം. ആ സമയത്ത് ഈ 24 hour ഉള്ളിൽ പുതിയ സെൽ ലൈസിസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം എന്നുള്ളത് അതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ആഡ് എനി മോർ പെൻസിലിനേസ്, അല്ലെങ്കിൽ ഈ ബെൻസൈൽ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഫർദർ ആയിട്ട് അതിൽ ആഡ് ചെയ്യാൻ പാടില്ല.
Then we have to measure the growth of microorganism by monitoring optical density at 610 nanometer by using UV spectrometer. Okay. Now coming to the recovery and purification of enzyme. കുറച്ച് ഡിഫറെന്റ് ആണ് നേരത്തെ പറഞ്ഞതിനേക്കാളും ബാക്കിയുള്ള എൻസൈംസിനേക്കാളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്റ്റെപ്പുകൾ കൂടുതലുള്ള ഒരു റിക്കവറി പ്രോസസ്സാണ് പെൻസിലിനേസ് എൻസൈമിനുള്ളത്. ഫസ്റ്റ് വി ഹാവ് ടു കണ്ടിന്യൂ ദ കൾച്ചർ ഓർ ഫെർമെന്റേഷൻ ഫോർ അനദർ 5 days. 5 days കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ നിന്ന് പാർട്സ് അല്ലെങ്കിൽ നമുക്ക് അതിലുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് അതിനെ സെൻട്രിഫ്യൂഗ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബ്ലേഡ് അല്ലെങ്കിൽ അത് ഷാർപ്പ്ലെസ് ആയിട്ടുള്ള എഡ്ജുകളൊന്നും ഇല്ലാത്ത എഡ്ജുകൾ യൂസ് ചെയ്തിട്ട് സൂപ്പർ സെൻട്രിഫ്യൂജ് യൂസ് ചെയ്തിട്ടാണ് അതിനെ സെൻട്രിഫ്യൂഗ് ചെയ്യേണ്ടത്. ആൻഡ് വി ഹാവ് ടു ഡിസ്കാർഡ് ദ സെൽ പേസ്റ്റ്. സെൽ വേസ്റ്റുകൾ ഉണ്ടാവും, സെല്ലിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗൻസ്, അതിൽ ടിഷ്യൂ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യണം. ദെൻ നമ്മൾ അതിനെ റീസസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ സെൽഫി ഫിൽട്രേറ്റ്. അത് ഓരോ 1 liter എടുത്തിട്ടാണ് നമ്മൾ ഇതിങ്ങനെ പ്രൊസീജിയർ ചെയ്യേണ്ടത്. 1 liter quantity of cell free culture filtrate at pH 6.5, sealed with cold water for 30 minutes with 50 gram of high flow super gel and an adsorbing agent. We will use an adsorbing agent known as high flow super gel. Okay, ഈ സൂപ്പർ ജെല്ല് അബ്സോർബിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന് ഫിൽട്രേഷൻ വഴി നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യും. അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഓരോ 1 liter എടുത്തിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന ഈ ലിക്വിഡ്സ് we have to suspend in 500 ml of ammonium water with mechanical stirring. Then we have to perform an column chromatography elution for 30 minutes. Then super gel, that absorbing agent is recovered by filtration and elution process is repeated twice with volume of 250 ml of ammonium water and elution period of 30 to 20 minutes. Same procedure വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് പ്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നമുക്ക് കിട്ടുന്ന അലിക്കേറ്റിനെ ലയോഫിലൈസ് ചെയ്യും. എല്ലാ എൻസൈമും ചെയ്യുന്ന പോലെ തന്നെ സോളിഡ് ആക്കാൻ വേണ്ടി ലയോഫിലൈസേഷൻ പ്രോസസ്സ് ചെയ്ത് പെൻസിലിനേസ് ആക്ടിവിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇലൂട്ടഡ് സൊല്യൂഷൻ വിൽ ബി സാച്ചുറേറ്റഡ് വിത്ത് അമോണിയം സൾഫേറ്റ്. 100% സാച്ചുറേഷൻ ആവുന്നത് വരെ അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്യണം. Then we will get a tiny flocules that we have to remove by passing through fitted glass filters of F porosity. Then enzyme is removed from the surface of filter and suspended in distilled water. Finally, enzyme is lyophilized and preserved. Final product will be a color with a grayish brown in color. ഈ പെൻസിലിനേസ് എൻസൈം എന്ന് പറയുന്നത് പൗഡർ സോൾഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു ഗ്രേയിഷ് ബ്രൗൺ കളർ ആയിരിക്കും അതുണ്ടാവുക. ഓക്കെ, so that is the recovery and purification process of enzyme penicillinase by fermentative method. So this is the flow chart. സ്ഥിരമുള്ളതിന് ചെറിയൊരു ഡിഫറൻസ് ഇതിൽ പറയുന്നുണ്ട്. കാരണം ഇവിടെ മൈസീലിയം റിമൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ആ മൈസീലിയം കോസ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് മൈസീലിയത്തിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ദെൻ അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സ് അതിൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, now coming to the second method, recombinant DNA technology method. Recombinant DNA technology വഴി പെൻസിലിനേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് ആദ്യം എഴുതണം, എന്നിട്ട് ഈച്ച് സ്റ്റെപ്പിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിലെ സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് റീകോമിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്പാണ്. അപ്പൊ ഇതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താണ്? ടാർഗറ്റ് ജീൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ പെൻസിലിനേസ് എൻസൈം. ആ ടാർഗറ്റ് ജീൻ എന്ന് പറയുന്നത് വരെയുള്ളത് ജനറൽ ആയിട്ട് ജീൻ ക്ലോണിംഗ് അല്ലെങ്കിൽ റീകോമിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്ന പ്രൊസീജിയറിലുള്ള ജനറൽ സ്റ്റെപ്സുകളാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസൊലേഷൻ ആൻഡ് കട്ടിംഗ് ഓഫ് ടാർഗറ്റ് ജീൻ. അപ്പോൾ ജീൻ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതായിരിക്കും ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഓർഗാനിസം നമ്മൾ എടുക്കേണ്ടി വരും. ആ ഓർഗാനിസത്തിൽ നിന്ന് DNA നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടി വരും. അതിന് എൻസൈംസുകൾ യൂസ് ചെയ്തിട്ട്, ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന എൻസൈംസുകൾ യൂസ് ചെയ്തിട്ട് ആ സ്പെസിഫിക് ആയിട്ടുള്ള ജീനിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രൊസീജിയർസുകൾ ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് സെലക്ഷൻ ഓഫ് വെക്ടർ. വെക്ടർ എന്ന് പറയുന്നത് ഒരു ജീനിനെ വേറെ ഒരു സെല്ലിന്റെ അകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് വെക്ടർ എന്ന്. ഇവിടെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാം, പുറത്തുനിന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജീനിനെ
പുതിയൊരു സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒരു ജെനറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ് എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് ബാക്ടീരിയയിൽ പഠിച്ചിട്ടുണ്ട് പ്ലാസ്മിഡ് എന്ന് പറയുന്ന സാധനം. ദാറ്റ് ഇസ് എ വെക്ടർ. അതൊരു വെക്ടറിനുള്ള എക്സാമ്പിൾ ആണ്. ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളാണ് അതിന്റെ ബാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. കോൾ E1, PM, B9 എന്നൊക്കെ പറയുന്നത് ഓരോ പ്ലാസ്മിഡ് വെക്ടറിന്റെ പേരുകളാണ്. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഈ ജീന് കിട്ടി, ഒരു വെക്ടർ എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ജീനിനെ നമ്മൾ ഓൾറെഡി ഒരു എൻസൈം യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ്. ഈ എടുത്തിരിക്കുന്ന വെക്ടറിലോട്ട് ഇതിനെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെക്ടർ എന്ന് പറയുന്ന ഒരു ജെനറ്റിക് മെറ്റീരിയൽ ആണ്. അതിൽ ചെറിയൊരു ബ്രേക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു എൻസൈം യൂസ് ചെയ്യേണ്ടി വരും, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജീനിനെ ഈ വെക്ടറിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്, ഇൻസേർഷൻ ഓഫ് ഐസൊലേറ്റഡ് ടാർഗറ്റ് ജീൻ ഇൻ ടു ആൻ അപ്രോപ്രിയേറ്റ് വെക്ടർ ടു ഫോം എ റീകോമിനന്റ് വെക്ടർ. റീകോമിനന്റ് വെക്ടർ എന്ന് പൊതുവെ പറയുന്നതാണ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സെല്ലിലുള്ള ജീൻസുകൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ റീകോമിനന്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് പ്ലാസ്മിഡിന്റെ മുകളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ജീനുള്ള ഒരു വെക്ടറാണ്. ഇനി ഈ വെക്ടറിനെ പുതിയൊരു സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓർ ഇൻട്രൊഡക്ഷൻ ഓഫ് റീകോമിനന്റ് വെക്ടർ ഇൻ ടു ആൻ ഹോസ്റ്റ് സെൽ. ഡിഫറെന്റ് ആയിട്ടുള്ള ഹോസ്റ്റ് സെല്ലുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഈക്വലൈ ആണ് നമ്മൾ ഹോസ്റ്റ് സെല്ലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇങ്ങനെ ചെയ്താൽ, ഇതൊക്കെ തിയറി പറയുന്നതാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പറായിട്ട് റീകോമ്പിനേഷൻ നടന്നിട്ടുള്ള ഒരു വെക്ടറാണ് ആ ഹോസ്റ്റ് സെല്ലിലോട്ട് എത്തിയിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്യുന്ന സമയത്ത് എന്താണോ അവിടെ കിട്ടേണ്ട എക്സ്പ്രഷൻ, ജീൻ എക്സ്പ്രഷൻ, ഇവിടുത്തെ ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പെൻസിലിനേസ് എൻസൈം എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ എക്സ്പ്രഷൻ, ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെല്ലിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് സെൽ ദാറ്റ് കണ്ടെയ്നിങ് റീകോമിനന്റ് DNA എന്നുള്ളത്. ദെൻ എക്സ്പ്രഷൻ ഓഫ് ടാർഗറ്റ് ജീൻ വിത്തിൻ ദ ഹോസ്റ്റ് സെൽ. നമുക്ക് ആവശ്യത്തിനുള്ള പെൻസിലിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഈ സെല്ലിനെ, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന റീകോമിനന്റ് DNA ഉള്ള സെല്ലിനെ ഫർദർ ആയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക, കൾച്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഫെർമെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ അതിന്റെ പെൻസിലിനേസ് എൻസൈമിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് സ്റ്റെപ്പ്. ഇനി ഓരോ സ്റ്റെപ്പും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ഐസൊലേഷൻ ആൻഡ് കട്ടിംഗ് ഓഫ് ടാർഗറ്റ് DNA വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പെൻസിലിനേസ് ആക്ടിവിറ്റി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓർഗാനിസം ആണ് സെലക്ട് ചെയ്യേണ്ടത്. ബാസിലസ് സ്പീഷീസിലുള്ള, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെയിനിന്റെ നമ്പർ, ബാസിലസ് നമ്പർ 170 എന്ന് പറയുന്ന സ്ട്രെയിനിനെയാണ് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ദെൻ വി ഹാവ് ടു ഇൻക്യുബേറ്റ് അറ്റ് 30 degree Celsius for 19 hours in a liquid broth which containing this constituent glycerol, yeast extract, polypeptone, potassium hydrogen phosphate, magnesium sulfate with pH of 6 and വാട്ടർ അപ് ടു 1 liter. ഓക്കെ, അപ്പൊ ഇത്രയും ഇങ്ങനെയുള്ള ഒരു ലിക്വിഡ് ബ്രോത്തിൽ 30 degree Celsius 90 hours അതിനെ നമ്മൾ കൾച്ചർ ചെയ്യണം. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് ഓർഗാനിസേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഈ ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് DNA ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്, അതിന് വേണ്ടിയിട്ട് ഫിനോൾ എക്സ്ട്രാക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ക്രോമസോമൽ DNA ഈസ് എക്സ്ട്രാക്റ്റഡ് വിത്ത് ഫിനോൾ എക്സ്ട്രാക്ഷൻ മെത്തേഡ് ആൻഡ് പ്യൂരിഫയർ. ഓക്കെ, അങ്ങനെ കിട്ടിയിരുന്ന DNA നമുക്ക് ആവശ്യമായിട്ടുള്ള സീക്വൻസ്, പെൻസിലിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജെനറ്റിക് മെറ്റീരിയലുള്ള ആ ഒരു DNA പാർട്ടിൽ ഇന്ന മുതൽ ഇന്ന സ്ഥലം വരെയുള്ള കോഡോൺ, അതാണ് സ്പെസിഫിക് ജീൻ എന്ന് പറയുന്നത്. ആ ഭാഗത്തിന് മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. എവിടെയൊക്കെ ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമിന് പൊതുവെ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിന്റെ ഒരു എക്സാമ്പിൾ ആണ് HIND3-1 എന്ന് പറയുന്നത്. HIND3 എന്ന് പറയുന്നത്, റോമൻ ലെറ്റർ 3 എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ എപ്പോഴാണ് 37 degree Celsius വെച്ചിട്ട് തന്നെയാണ് അത് നമുക്ക് അതിന്റെ ആ ഒരു പാർട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ സെലക്ഷൻ ഓഫ് വെക്ടർ, സെക്കൻഡ് സ്റ്റെപ്പ്. ഡിഫറെന്റ് ആയിട്ടുള്ള വെക്ടേഴ്സുകൾ നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്മിഡ്, സ്മോൾ ലെറ്റർ P, ക്യാപിറ്റൽ ലെറ്റർ M, B9 എന്ന് പറയുന്ന പ്ലാസ്മിഡ് ആണ്. ഓക്കെ, സോ അതിന്നും നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. അവിടെയും നമ്മൾ സെയിം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം
ഹിൻഡ് 3 എന്ന് പറയുന്ന എൻസൈമാണ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്, 65 ഡിഗ്രി സെൽഷ്യസ് ഫോർ 5 മിനിറ്റ്സ് ആണ് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഹിൻഡ് 3 വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. വി ക്യാൻ ആൾസോ യൂസ് ഡിഫറെന്റ് പ്ലാസ്മിഡ്സ് ലൈക്ക് കോൾ E1, PMB9, PSC101, R6K ഇങ്ങനെയുള്ള പല പ്ലാസ്മിഡ്സുകളും യൂസ് ചെയ്യാം. ഒഫീഷ്യലായിട്ട് പറയുന്ന ഒരു പ്ലാസ്മിഡ് എന്ന് പറയുന്നത് പ്ലാസ്മിഡ് PMP9 എന്ന് പറയുന്ന വെക്ടറാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഇൻസേർഷൻ ഓഫ് ഐസൊലേറ്റഡ് ടാർഗറ്റ് ജീൻ ഇൻ ടു എൻ അപ്രോപ്രിയേറ്റ് വെക്ടർ. ഇതിൽ പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോ ഫ്രാഗ്മെന്റ് ഓഫ് ക്രോമസോമൽ മെറ്റീരിയൽ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ പെൻസിലിനേസ് എൻസൈം അങ്ങനെയുള്ള ഒരു ഫ്രാഗ്മെന്റ് ഉണ്ട്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെക്ടർ ഉണ്ട്. ഇതിന്റെ രണ്ടിനും കൂടി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റീകോമിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം ആണ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ DNA ലിഗേസ് എൻസൈമിന്റെ പ്രസൻസിൽ 65 ഡിഗ്രി സെൽഷ്യസ് 5 മിനിറ്റ്സ് ആണ് സാധാരണഗതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള, അതിന് നേരിട്ട് നമുക്ക് വെറുതെ സൊല്യൂഷനിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിന് വേണ്ട എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ വേണം. അങ്ങനെ 65 degree Celsius for 5 minutes to get recombinant vector, followed by addition of ethanol to the mixture. So plasmid will carry the chromosomal DNA to get carrying the chromosomal DNA fragment get precipitated and collected. ethanol നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രോമസോമൽ DNA കയറിയിട്ടുള്ള നമ്മളെ ബാക്ടീരിയ എന്ന് എടുത്തിട്ടുള്ള ബാസിലസ് സ്പീഷീസ് എന്ന് എടുത്തിട്ടുള്ള ക്രോമസോമൽ DNA ക്യാരി ചെയ്യുന്ന പ്ലാസ്മിഡുകൾ മാത്രം പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആൻഡ് ദിസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഈക്കോളൈ ഹോസ്റ്റ് സെല്ലിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ ഓർ ഇൻട്രൊഡക്ഷൻ ഓഫ് റീകോമിനന്റ് വെക്ടർ ഇൻ ടു ആൻ ഹോസ്റ്റ് സെൽ. ഇവിടെ യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈക്കോളൈ HB101 എന്ന് പറയുന്ന സ്ട്രെയിൻ ആണ്. ഇനോക്കുലേറ്റഡ് വിത്ത് 10 ml ഓഫ് ലൂറി ബ്രോത്ത് എന്ന് പറയുന്നത് അതിന് യൂസ് ചെയ്യുന്ന ലിക്വിഡ് കൾച്ചർ മീഡിയത്തിന്റെ പേരാണ് ട്രിപ്റ്റോഫാൻ, yeast extract, glucose, sodium chloride, pH to up to 7 and distilled water up to 1 liter. Okay, that is the constituents of Lurie broth. അതിലാണ് ഈക്കോളൈനെ കൾച്ചർ ചെയ്യുന്നത്. ഈക്കോളൈ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണെന്ന് അറിയാം. അപ്പോൾ അതിൽ കൾച്ചർ ചെയ്യാം. അതിനുശേഷം ഈ 37 ഡിഗ്രി സെൽഷ്യസിൽ എടുത്തിരിക്കുന്ന സാധനത്തിനെ അതിന്റെ ലോഗരിതമിക് ലേറ്റർ പാർട്ട് ഓഫ് ലോഗരിതമിക് ഫേസ്, വീണ്ടും നമ്മൾ ഗ്രോത്ത് കർവിലോട്ടാണ് പോവുക. ലാഗ് ഫേസ് ഉണ്ട്, ലോഗ് ഫേസ് ഉണ്ട്. ആ ലോഗ് ഫേസ് തുടങ്ങി അതിന്റെ കുറച്ച് പകുതിക്ക് ശേഷമുള്ള പാർട്ടിൽ വെച്ചിട്ടുള്ള ആ സമയത്തുള്ള ഈക്കോളൈനെയാണ് നമ്മൾ എടുക്കുന്നത്. ആ ഈക്കോളൈനെ കളക്ട് ചെയ്യുന്നു, അത് ഐസ് കോൾഡ് കാൽഷ്യം ക്ലോറൈഡിൽ സസ്പെൻഡ് ചെയ്യുന്നു. ദെൻ 1 hour അതിനെ ട്രീറ്റ് ചെയ്യുക. ഐസ് കോൾഡ് കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷനിൽ പ്ലാസ്മിഡ് ഇട്ടിട്ട് ഈക്കോളൈ സൊല്യൂഷനും കൊടുത്തതിന് ഈക്കോളൈന്റെ സസ്പെൻഷനും കൊടുത്തിട്ട് 1 hour അതിനെ ട്രീറ്റ് ചെയ്യുക. 1 hour കഴിഞ്ഞാൽ വി ഹാവ് ടു ഈറ്റ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 minutes. അതിന്റെ റീകമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എൻട്രി കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹീറ്റ് കൊടുക്കുന്നത്, വിച്ച് വിൽ ഫെസിലിറ്റേറ്റ് ദ എൻട്രി ഓഫ് പ്ലാസ്മിഡ് DNA ഇൻ ടു ദ സെൽ. ദെൻ ഇത് റീകമ്പിൻ ചെയ്തിട്ടുള്ള വെക്ടർ ഹോസ്റ്റ് സെൽ ഈക്കോളയിലോട്ട് കയറി കഴിഞ്ഞാൽ അതിനെ ഇനോക്കുലേറ്റ് ചെയ്യാം. സെയിം ലോറി ബ്രോത്ത് ലിക്വിഡ് കൾച്ചർ മീഡിയത്തിൽ തന്നെയാണ് 37 ഡിഗ്രി സെൽഷ്യസ് ഫോർ 5 minutes വിത്ത് കോൺസ്റ്റന്റ് ഷിയറിംഗ്. ആഫ്റ്റർ ദാറ്റ് ട്രാൻസ്ഫോംഡ് സെൽ എന്ന് പറയുന്നത് നമുക്ക് പുറത്തുള്ള ഒരു ജീനിനെ ഒരു പുതിയ സെല്ലിന്റെ അകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ ഉണ്ട്. അതിനെയാണ് ജീൻ ട്രാൻസ്ഫർ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തേതാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വൈറസിന്റെ റെപ്ലിക്കേഷൻ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുള്ള ലൈറ്റിക് സൈക്കിള്. ഒരു ബാക്ടീരിയോഫേജ് യൂസ് ചെയ്തിട്ട് ഒരു ജനറ്റിക് മെറ്റീരിയലിനെ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട്, വൈറസ് ഒരു ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന സമയത്ത് ആ ബാക്ടീരിയോഫേജിലുള്ള DNA ബാക്ടീരിയയിലുള്ള DNAയുമായിട്ട് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. അതാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ, ഇലക്ട്രോപോറേഷൻ മെത്തേഡ്, ഇങ്ങനെ പല മെത്തേഡ്സുകളുണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലുള്ള ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള സെല്ലിനെ നമ്മൾ കളക്ട് ചെയ്യുക, വാഷ് ചെയ്യുക. ദെൻ ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് എന്തിനാണ്? ഇപ്പോ റീകമ്പൈൻ ചെയ്തിട്ടുള്ള വെക്ടർ ഒരു ഈക്കോളയിൽ കൊടുത്തു. ആ ഈക്കോളൈ
നമ്മൾ അതിനെ ഗ്രോത്ത് ചെയ്യിക്കുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന എൻസൈം എന്ന് പറയുന്നത് പെൻസിലിനേസ് എൻസൈം ആണ്. ഓക്കെ, അത് പെൻസിലിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ പെൻസിലിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെൻസിലിനിലും ആ ഒരു ഓർഗാനിസം ഗ്രോത്ത് കാണിക്കും. പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പെൻസിലിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗാനിസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ജീന് ട്രാൻസ്ഫർ ചെയ്ത് ആ ജീൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനുള്ള ഒരു വെക്ടർ ഒരു ഈക്വളയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് റീകമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഈക്വളൈ ആണ് എന്നുണ്ടെങ്കിൽ, ആ ഈക്വളൈ ഗ്രോത്ത് കാണിക്കുന്ന സമയത്ത് ആ ഗ്രോത്തിലോട്ട് നമ്മൾ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് കൊടുക്കുകയാണെങ്കിൽ അതിൽ ബീറ്റാ ലാക്ടമേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ പെൻസിലിനെ ഡിസ്ട്രോയ് ചെയ്ത് ആ ഓർഗാനിസത്തിൽ ആ ഒരു കൾച്ചറിൽ ഗ്രോത്ത് കാണിക്കാൻ പറ്റും. അങ്ങനെ ഗ്രോത്ത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഈസ് ആൻ സക്സസ്ഫുള്ളി റീകമ്പൈൻഡ് ഈക്വളൈ. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ എളുപ്പം ഒരു പെൻസിലിൻ കൾച്ചർ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിൽ കൾച്ചർ ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തിലും സ്വാഭാവികമായിട്ടും ആ ഈക്വളയിൽ പെൻസിലിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഓർഗാനിസം ആയിട്ട് അത് വന്നിട്ടുണ്ട്. ഓക്കെ, so that is the identification and isolation of cell that containing recombinant DNA. Finally, expression of the target gene. അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ട് കൾച്ചർ ചെയ്യാം. അവിടെ നമുക്ക് സോഡിയം പൊട്ടാസ്യം സാൾട്ട് ലൈക്ക് സോഡിയം ക്ലോറൈഡ്, സോഡിയം സൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത്, ഇനോർഗാനിക് സാൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ള, അല്ലെങ്കിൽ കൂടുതൽ പെൻസിലിനേസ് എൻസൈം സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റെപ്പ്. So these are the different steps of recombinant DNA method. Okay, അപ്പോൾ ഇതാണ് selection of target gene, selection of vector, insertion of target gene to an vector, then transfer of recombined vector into an host cell, then identification and isolation of recombinant vectors, and finally expression of the gene. Okay, അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആ കൂട്ടത്തിൽ 6 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്ഷൻ ഓഫ് എൻസൈം പെൻസിലിനേസ് എന്ന് പറയുന്നത്. അതിനും അത്യാവശ്യം ബൾക്കുള്ള ഒരു സാധനമാണ് എന്നുള്ളത് കൊണ്ടും, അത്യാവശ്യം പോയിന്റ് ഉള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് കൊണ്ടും, ജനറൽ അല്ലാത്ത കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും അത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി എന്തിനാണ് ഒരു സ്ട്രക്ചർ കൂടി ഒന്ന് പഠിച്ചു വെക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ഫിഗർ വരച്ചു വെക്കുക. അതിന്റെ കൂടെ ഒരു ജീനിനെ നമ്മൾ ഹിൻഡ് 3 വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് ബാസില്ലസ് എന്ന് പറയുന്ന ബാസില്ലസ് സിറസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജീനാണ്. അതിനെ ഹിൻഡ് 3 എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്തെടുത്തു. അതുപോലെ പ്ലാസ്മിഡ് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് ആണ് വരക്കാറുള്ളത്. അതും ഈ ഹിൻഡ് 3 യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ദെൻ DNA ലിഗേസ് യൂസ് ചെയ്തിട്ട് അതിനെ സ്പ്ലൈസ് ചെയ്തു. അത് ഈക്വലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ദെൻ ബാക്കി കൾച്ചർ ചെയ്യുക. അതിന്റെ കുറെ ഫോംസുകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിവിഷൻസുകൾ ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമാണ് ബാക്കി പറയാനുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ അപ്ലിക്കേഷൻ? എന്തിനാണ് പെൻസിലിനേസ് എൻസൈം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് നമ്മൾ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്സുകൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ ഓർഗാനിസം അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ ഗ്രോത്ത് കാണിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് ആ പ്രിസർവേറ്റീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലിനേസ് എൻസൈം ആഡ് ചെയ്യേണ്ടി വരും. സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സാമ്പിളിൽ ഓർഗാനിസം ഉണ്ടെങ്കിൽ പ്രിസർവേറ്റീവിന്റെ എഫക്ട്, പെൻസിലിന്റെ എഫക്ട് കൊണ്ട് ആ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പെൻസിലിൻ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് പെൻസിലിന്റെ ആക്ഷൻ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ആ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗിൽ അതിൽ ഓർഗാനിസം ഉണ്ടെങ്കിൽ കൂടി അതിന്റെ ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് കിട്ടുള്ളൂ. സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടാമിനേറ്റഡ് ആണ് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രിസർവേറ്റീവിനെ ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പെൻസിലിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗിന്റെ സമയത്ത് മൈക്രോബയോളജിക്കൽ ക്ലീൻനെസ് ഓഫ് ആന്റിബയോട്ടിക് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ബൾക്ക് ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്ന സമയത്തും പ്രിസർവേറ്റീവ് ആയിട്ട് ആന്റിബയോട്ടിക് ആണ് നമ്മൾ അതിനെ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ഷൻ കൊണ്ട് അതിലുള്ള ഓർഗാനിസത്തിന് സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ചിലപ്പം. അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ ഒരു ബ്ലഡ് സാമ്പിൾ, ഒരു പെൻസിലിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിന്റെ ബ്ലഡിൽ കണ്ടാമിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ആ ഇൻഫെക്ഷനുള്ള ഓർഗാനിസത്തിനെ
ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ ലാബിൽ നമുക്കിത് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ബ്ലഡിൽ പെൻസിലിൻ ഉണ്ട്, അതുപോലെ തന്നെ ഓർഗാനിസം ഉണ്ട്. ആ പെൻസിലിന്റെ എഫക്ട് കൊണ്ട് ഓർഗാനിസം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ പെൻസിലിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ദെൻ മെഡിസിനൽ യൂസിന് വേണ്ടിയിട്ട് അലർജിക് കണ്ടീഷൻസ് ലൈക്ക് സിറം സിക്നസ്, അർട്ടിക്കേരിയ, പെൻസിലിൻ ഇൻഡ്യൂസ് ആയിട്ടുള്ള അലർജിക് കണ്ടീഷൻസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ അനലറ്റിക്കൽ യൂസ് ഫോർ മെഷറിംഗ് human prolactin in plasma involving penicillinase as a label in sensitive enzyme, immunosorbent assay, ELISAന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്സിൽ നമുക്ക് ഇത് പെൻസിലിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് എൻസൈം പെൻസിലിനേസ്. ഇവിടെ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള അമിലേസും പെൻസിലിനേസും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് എൻസൈംസുകൾ, ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് എൻസൈം എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ചോദിക്കൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതാണ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് എൻസൈം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി അതാണ്, അമിലേസും പെൻസിലിനേസും. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.